ഇന്ന് പെസഹ വ്യാഴം. ഊട്ടുശാലയിലെ ഈശോയെയും ഗെത്സമനിലെ ഈശോയെയും ആഴത്തിൽ അടുത്തറിയുന്ന ദിവസം. ഊട്ടുശാലയിൽ അവൻ നമുക്ക് കാണിച്ചു തരുന്നു നമ്മുടെ ഇടയിൽ വലിയവനില്ല ചെറിയവനില്ല എന്ന്. അവിടെയങ്ങ് യജമാനൻ ദാസനായി, ദാസൻ സ്നേഹിതനായി. തന്നെ ഒറ്റിക്കൊടുത്ത ഒന്നുമറിയാത്തവനെ പോലെ പന്തിയിലിരിക്കുന്ന യൂദാസിനെ പോലും സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് രാജാക്കന്മാരുടെ രാജാവായവൻ കേവലം പുഴുവായ മനുഷ്യന്റെ മുമ്പിൽ മുഴം കാലുകൾ മടക്കി കാലുകൾ കഴുകി തുടച്ച് തല കുനിച്ച് ചുംബിച്ചു. സൃഷ്ടാവ് സൃഷ്ടികൾക്ക് മുമ്പിൽ സ്വയം ചെറുതാവുന്ന കാഴ്ച. അവൻ അവിടുന്ന് എണീറ്റ് തൻ്റെ മക്കളോടൊപ്പം എന്നുമായിരിക്കുവാൻ ഒരപ്പമായി വീണ്ടും ചെറുതായ ദിവസം. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: എക്കാലത്തെയും വലിയ പ്രണയം അടങ്ങിയിരിക്കുന്നത് ഈ ചെറിയ അപ്പത്തിലാണെന്ന്. ഏറ്റവും പ്രിയപ്പെട്ടവന്റെ പ്രാണനിരിക്കുന്ന അപ്പം. ഇനി ഗെത്സമനിലെ ഈശോ. മരണത്തിന് മുമ്പ് അതിവേദനയുടെ നിമിഷം. അവന്റെ വേർപ്പ് നിലത്ത് വീണത് രക്തമായിട്ടാണ്. പിതാവും തന്റെ പ്രിയപുത്രനുമായുള്ള നിമിഷങ്ങൾ. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആത്മസമർപ്പണം നടത്തിയ ഈശോ. ആത്മാവിൽ വെന്തുരുകുന്ന എൻ്റെ തമ്പുരാൻ. ഈ അനുഭവങ്ങളെ കടന്നുപോകൽ എന്ന ഒറ്റ വാക്കിൽ നമുക്ക് നിർവചിക്കാൻ ആവില്ല. ഇതൊരു ഓർമ്മയാണ്, വിടുതലാണ്, പുതിയ നിയമത്തിലേക്കുള്ള വാതിലാണ്. പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെ, പെസഹ എന്നത് ഒരാചാരമല്ല, അത് ആത്മാവിൻ്റെ ഉണർവായിരിക്കണം. അത് കുടുംബങ്ങളിൽ നടക്കേണ്ട ആരാധനയായിരിക്കണം. തലമുറ തലമുറയായിട്ടും നിത്യമായിട്ടും നമ്മൾ അത് പാലിക്കണമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത്. ആശംസിക്കുന്നു നല്ലൊരു പെസഹ വ്യാഴം.